നമ്മുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ പാടമാണ്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. എങ്കിലും ഞാൻ പോകത്തില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പോകത്തുള്ളൂ. ഇപ്പോൾ പോയിട്ട് ഒരുപാട് നാളായി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. വായു. നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ അമ്മ ഞങ്ങൾ 3 പേരും കൂടെ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് പോകുന്നത്. ഗൈസ് നമ്മൾ പോവുകയാണ്. വണ്ടി എടുക്കുമ്പോഴത്തേനും ഞാൻ മേളിൽ കയറി. എനിക്ക് ഭയങ്കര ആവശ്യം. അപ്പോൾ ഗൈസ് നമ്മുടെ നിഹാരിയും കൂടെ വന്നിട്ടുണ്ട്. ഹായ്. നമ്മുടെ നിഹാരി ട്യൂഷനൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പാടത്ത് പോവാൻ. നിഹാരി വൈകിട്ട് വന്ന് കളിക്കാം. ഓക്കെ. നിഹാരി ഇനി ഇവിടെ ഒറ്റയ്ക്കാണ്. രാവിലെ ഞാൻ ബിസിയായിരുന്നു, വൈകിട്ടും ബിസിയാണ്. വൈകിട്ട് വരുവടി. ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോകാം പാടത്തോട്ട്. ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി. ഞങ്ങളുടെ സ്വന്തം വണ്ടിയാണ്. അപ്പം ഞാൻ ഈ വണ്ടിയിലാണ് പോകാൻ പോകുന്നത്. നമ്മൾ 3 പേര് കൂടെ ആയിട്ട് പോയേക്കാൻ പോകും. അപ്പോഴാണ് ഗൈസ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. നമ്മുടെ തെറ്റിപ്പൂക്കളെല്ലാം പൂത്ത് നിൽക്കുന്നു. നമ്മുടെ എന്താ ഇതിന് പറയുന്ന പേര്, കടലാസ് എല്ലാം ചെറിയ ചെറിയ പൂക്കളൊക്കെ വിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്താ അട്ടനാറി അങ്ങനെ കണ്ട ഇതിന് പറയുന്ന പേര്. അതും നല്ല പോലെ ആകുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് ഇത് ഓർക്കിഡല്ലേ, ഓർക്കിഡാണ് ഗൈസ്. ഇവിടെ ഇവിടെ ഫുൾ ഓഫ് നമ്മുടെ വഴി മൊത്തം ചെടിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ബന്ദിപ്പൂ, ഓണത്തിനൊക്കെ പൂക്കളിടാൻ പറ്റുന്ന സൈസുള്ള ബന്ദി. ഇപ്പോഴാണ് ഇതെല്ലാം പൂക്കുന്നത്. ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ പേരൊന്ന് കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ പോകുന്ന വഴിയാണ്. നമ്മളിങ്ങനെ പോവാണ്. നമ്മളെല്ലാവരും ചായ വടയൊക്കെ വാങ്ങാൻ കയറിയിട്ടുണ്ട്. നമ്മുടെ സഹായിലെത്തി. ഇപ്പം നമ്മുടെ ബസ് കമല് പോവാണ്. കമൽ പോയിട്ട് ഞങ്ങൾ പുറകെ പോയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇതായിരുന്നു വീട്. അധികമൊന്നും നമ്മളെ എടുത്തില്ല. ആ കാണുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് അപ്പുറത്താണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. അതാണ് വീടിൻ്റെ ചുറ്റുപാട്. ഇവിടെ ഒരുപാട് നല്ല പുതിയ ചെടികളുണ്ട്. ഗൈസ് കണ്ടോ, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഈ ചെടി. ഇനി ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ചെടി. ഇപ്പോൾ ഗൈസ് ഈ ചെടി ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊക്കെ കഴിക്കുന്നത്. പിന്നെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അങ്ങനെയില്ല, വഴുതനങ്ങ അങ്ങനെ. ഇതെന്താ ഈ മുളക് കണ്ടോ ഗൈസ്? ഇതിൻ്റെ പേര് നീലമുളകൊന്നും കണ്ട, എനിക്കറിയത്തില്ല കറക്റ്റ് എന്തോ പേരെന്നുള്ളത്. പിന്നെ ഇവിടെ കിളിയുണ്ട്. കിളിയെ കാണിച്ചു തരാമേ. ഇതാണ് നല്ല ഇതാകുന്നത്. നമ്മുടെ ക്യൂട്ട് കിളികൾ, ലവ് ബേർഡ്സ് ആണ്. 2 പെൺകുഞ്ഞുങ്ങൾ. ഒരെണ്ണം അങ്ങനെ ആക്കിയപ്പോഴത്തേന് പറന്നതാ പോയി. എനിക്ക് പേടിയാണ് കേട്ടോ, ചിലപ്പോൾ കയ്യെ കയറി കൊത്തിയാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ മാവ് ഇതാണ് മാവ് നമ്മളുടെ. ഇത് നമ്മുടെ അവിടുത്തെ തോടാണ്. തൊട്ട് താഴെ കണ്ട നല്ല ക്ലിയർ ആയിട്ടുള്ള തോടാണ് ഇത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ തോടെന്ന് പറയുന്നത്. മീനുകളൊക്കെ ചാടിപ്പോകുന്ന തോടാണ്. നല്ല രസമുണ്ട്. അപ്പം ഇതാണ് ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ മൂത്തത്താടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആട്ടുംകുട്ടികളുണ്ട്. ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളാണ് ഗൈസ്. മറ്റേ താടിയുള്ള ആളെ എനിക്കറിയത്തില്ല, അത് പുതിയ ആളാണ്. ഇവളുമാരെല്ലാവരും ഇപ്പം എന്നോട് പിണക്കമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് വന്ന സമയത്ത് അതിനെ ആണെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞില്ല ഗൈസ്. അതിനത് മിണ്ടത്തില്ല എന്നോട്. കോഴികളുണ്ട്. കോഴിക്ക് കാവലായിട്ട് നമ്മളെ പട്ടിക്കുട്ടി അവിടെ കിടപ്പുണ്ട്. നല്ല സ്നേഹമാണ്. അപ്പോൾ ഗൈസ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് കണ്ട് ഇവളെ ഇച്ചിരി പാവമാണ്. ഇതൊക്കെ അധികം കുറുമ്പൊന്നുമില്ല. പക്ഷെ അതാണ്ട് ഈ വെളുത്ത ആൾക്ക് പേടിയാണ്. അതിനെന്നെ ശരിക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് അതിന് പേടി.
കണ്ടോ കണ്ടോ, അതിന് പേടിയാണ്, ഭയങ്കര പേടിയാണ് അതിന്. കിങ്ങണി, കിങ്ങണിയേ, കിങ്ങണി എന്നാണ് കേട്ടോ ഈ കുഞ്ഞിൻ്റെ പേര്. കിങ്ങണിക്കുട്ടി. എല്ലാവരും എന്നോട് പിണക്കവാണേ. കിങ്ങണി, കിങ്ങണി പെണ്ണേ, കിങ്ങണി പിണക്കമാണോടാ കിങ്ങണിയേ? എന്നോട് അത് പിണക്കമാണ്. പിണക്കമൊക്കെ മാറും, മാറി മാറി വരുന്നുണ്ട് കേട്ടോ കൂടെ കൂടെ, ഇടയ്ക്കിടയ്ക്ക് ഇതാവും. ഇപ്പം പുതിയ ആളാണ് മറ്റേ ഉണ്ട് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആട്ടുംകുട്ടി. അതിനെ കണ്ടോണ്ടാണ് ഇതിപ്പം നമ്മളടുത്തൊന്നും അധികം മിണ്ടാത്തത്. ഇത് അമ്മക്കുട്ടി, ഇത് അതിൻ്റെ അമ്മയാണ്. കണ്ടാൽ പറയൂ സുന്ദരി പെണ്ണല്ലയോ? സുന്ദരിയേ, സുന്ദരി വാവേ. ഗൈസ്, ഇതാണ് നമ്മുടെ വീട്, മൂത്തത്താടെ വീടാണിത്. ഇതാണ് നമ്മുടെ ആട്ടിൻകുട്ടികൾ. ഇനി അകത്തോട്ട് കയറാം. വേണ്ട, ഒരാൾ ബൈക്ക് ഓടിക്കാൻ പോകുന്നു ഗൈസ്, കോഴിക്കുട്ടി ബൈക്ക് ഓടിക്കാൻ പോകുന്നു. ഇവിടെ ഒരാൾ ഇവിടെ നിൽക്കുന്നു. കോഴി, അത് പേടിച്ച് പോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ പൂച്ചക്കുഞ്ഞുങ്ങളെ കാണാം. അയ്യോ, പൂച്ചകളെയൊക്കെ കാണിച്ചു തരാം. നമ്മളിതാ ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണ്. പൂച്ചയും ആടും കോഴിയും ഒക്കെയാണ്. അതാണ്ട് ഒരാൾ. ഏയ് കോഴി, പോകാം. ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. ഇതാ ഗൈസ്, ഒരാൾ കണ്ടോ കണ്ടോ, ദേ ഒരു സുന്ദരി അതിൻ്റെ മണ്ടായി കിടക്കുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ. നമുക്ക് ആ കഥയൊക്കെ തുറന്ന് അകത്തോട്ട് കയറാമേ. ആട്ടുകുട്ടിയേ, അയ്യോ ആട്ടുകുട്ടിന്ന്, സോറി, പൂച്ചേ, പൂച്ചേ. നമ്മുടെ കുഞ്ഞു പൂച്ച നമ്മളിങ്ങനെ വാലി പിടിച്ച് പൊക്കിയെടുത്തു. അയ്യോ പാവം പൂച്ച, അതിനെ ഞാൻ വാലി പിടിച്ച് കണ്ട കൈസ് പൊക്കിയെടുത്തിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ പാവം. നമുക്ക് അടുത്ത ആളുടെ മണ്ടയിലോട്ട് പോകാം. വെള്ളാച്ചിയേ, അതെന്നെ കണ്ടപ്പോഴേ ജീവനും കൊണ്ടോടി. ഞാൻ പിടിച്ചതാണ് കണ്ടോ, ഉച്ചയും കുത്തി തറയിൽ കിടന്നിട്ടുണ്ട് നമ്മുടെ ഗൈസ്. കണ്ടോ ഉച്ചയും, പിന്നെ പൂച്ചയ്ക്ക് എവിടെ നിന്ന് വീണാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഗൈസ് താണ്ടേ പൂച്ച, നമുക്കിനി തിരിച്ചു പോകാമേ. ഗൈസ് കണ്ടോ സുന്ദരി കണ്ടോ, അത് പേടിച്ച് രൂക്ഷമായി നോക്കുന്നുണ്ട് എന്നെ. ഇനി നമുക്ക് പോകാം. ഗൈസ്, നമ്മളുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ ഭയങ്കര കുരുത്തക്കേടാണ്. നമുക്ക് നമ്മുടെ ആട്ടിൻകുട്ടിയുടെ അടുത്തോട്ട് പോകാം. അപ്പം നമുക്ക് പോവാണ്. നമുക്ക് നമ്മുടെ ആട്ടിൻകുട്ടിയുടെ അടുത്തൊന്നും കൂടെ ഒന്ന് പോകാമേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആട്ടിൻകുട്ടികളുടെ പിണക്കമൊക്കെ മാറി വന്നിട്ടുണ്ട്. കാരണം എന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും ബഹുമാനമാണ്, എണ്ണീറ്റ് നിൽക്കുന്നു. കണ്ടോ, ഇവളുടെ പിണക്കമൊക്കെ ഇച്ചിരി മാറി മാറി വന്നിട്ടുണ്ട്. പോവാണ്.
അപ്പോൾ ഗൈസ് സൗന്ദര്യം കണ്ടോ നമ്മൾ ആടിനെയൊക്കെ കൊടുത്ത് നമുക്ക് ആടിൻ്റെ നമ്മൾ പോവാണ്. ആട്ടുകുട്ടിയെ അപ്പോൾ ഗൈസ് പുതിയൊരു ആട്ടുംകുട്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ പുതിയൊരു ആട്ടുംകുട്ടി മുറ്റത്തെ കൊണ്ടുവരുന്നത്. ഇന്ന് ഞാനങ്ങനെ കണ്ടിട്ട് വേറൊരാളാണ് കണ്ടോ, അതിനെ പേടിയാണ്. അപ്പോഴത്തേനും വേറൊരാൾ വന്നു. അപ്പോൾ ഇതിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.